Hello everyone, welcome to Get My Info powered by Fail Infected Media. നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിലാണ്. And today we have the BMW 330i from Lex Moto. ഈ BMW 330i വന്നിരിക്കുന്നത് ഒരു 2 ലിറ്റർ 4-cylinder എഞ്ചിനുമായിട്ടാണ്, വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് അറൌണ്ട് 255 ഹോഴ്സ് പവർ ആൻഡ് 400 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്ക്. ഇതിന് മുന്നേ വന്നിരിക്കുന്ന F30 ജനറേഷനും ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിന് 0 to 100 ഇതിനെക്കാട്ടിലും ഒരു സ്ലൈറ്റ്ലി ഫാസ്റ്ററായിട്ട് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുപോലെ അതിന് മുന്നേ വന്നിരുന്ന 330, അതായത് E90 എന്ന് പറയുന്ന ജനറേഷൻ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ അതും ഇതും തമ്മിൽ 0 to 100 വരുന്ന സമയത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ രസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ 0 to 100 എന്നതിന് പുറമെ 20 to 80 എത്തുന്ന, അതുപോലെ 40 to 100 എത്തുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇതിന് മുന്നത്തെ എല്ലാ ജനറേഷനെക്കാട്ടിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫാസ്റ്റാണ്, വളരെയധികം ഫാസ്റ്റായിട്ട് എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് സി ക്ലാസ് ആണ്. സി ക്ലാസിൻ്റെ പെട്രോൾ വന്നിരിക്കുന്നത് C200 ആണ്, 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിയായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും എന്നെനിക്ക് പറയാൻ തന്നെ ലേശം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ വണ്ടി അത്രയും ഫാസ്റ്റാണ്, അത്രയും പവർഫുള്ളാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കുറച്ചുകൂടി സ്റ്റിഫറാണ്. കംഫർട്ടിനെക്കാട്ടിലും കൂടുതൽ ഇതൊരു സ്പോർട്ടിനെസ്സിലേക്കാണ് ഈ വണ്ടി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സി ക്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീരിയേഴ്സ്, നിങ്ങളിപ്പോൾ കുറച്ചുകൂടി റിച്ചർ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സി ക്ലാസ് ഇഷ്ടപ്പെട്ടേക്കാം. കാരണം അതിൻ്റെ ഡിസ്പ്ലേസ് കാര്യങ്ങളെല്ലാം കുറച്ച് വലുതാണ്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഒരു 10.25 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ അതുപോലെ ഡിസ്പ്ലേസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു വാഹനം അല്ല. ഈവൻ ഇഫ് ഇത് ആവശ്യത്തിന് ടെക് ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ നമ്മളെ ഗസ്റ്റ് കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്, അതുപോലെ റിവേഴ്സ് അസിസ്റ്റ് ഇതിന് വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളും ഈ വാഹനത്തിൽ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ചെറിയ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ സബ്റ്റിലായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡ്രൈവിംഗ് മോഡ്സിലേക്ക് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സ്പോർട്സിലേക്ക് ഇട്ടിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് വാഹനം 0 to 100 ഒക്കെ അടിക്കുന്നത്. അതുപോലെ വളരെ അഗ്രസീവായിട്ട് ഈ വാഹനം ഡൗൺ ഷിഫ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ വീണ്ടും കംഫർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇതിന് എക്കോ പ്രോ എന്ന് പറയുന്ന ഒരു മോഡും കൂടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ എക്കോ പ്രോ യൂസ് ചെയ്താൽ മതി. എക്കോ പ്രോയിൽ അല്ലെങ്കിൽ ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്ന ARI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 16 km/L ആണ്. അത് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും മാന്യമായ രീതിയിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളും നൽകും എന്നുള്ളതാണ് സത്യം. ഈ വാഹനത്തിലെ ഇൻറ്റീരിയർ ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു 10.25 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ജനറേഷനിൽ എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ജനറേഷനിൽ നമ്മളെ മീനിടുന്ന അക്വേറിയം പോലത്തെ 2 ഡിസ്പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. ലൈക്ക് എനിക്കത് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ഒരു സാധനമല്ല. ആൻഡ് എനിക്ക് അതിൻ്റെ ഗ്രാഫിക്സും ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വന്നിരിക്കുന്ന ഗ്രാഫിക്സും കാര്യങ്ങളും എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമില്ല. എനിക്ക് ഈ ഒരു ജനറേഷൻ്റെതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കൂടാതെ ഈ വാഹനത്തിന് ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് M-Sport വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കിതിൻ്റെ M-Sport സ്പെസിഫിക് ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ലെതേഴ്സിൻ്റെ കളറ് കാര്യങ്ങൾ, ഈ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഈ വാഹനത്തിൽ ഓട്ടോ LED ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്, സൺറൂഫ് വന്നിട്ടുണ്ട്, അതുപോലെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, കൂടാതെ ഗസ്റ്റ് കൺട്രോൾസ് വന്നിട്ടുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടുണ്ട്, അതുപോലെ AI വോയിസ് അസിസ്റ്റൻ്റ്, കൂടാതെ ആംബിയൻറ്റ് ലൈറ്റിംഗ്, ലോഞ്ച് കൺട്രോൾ, വയർലെസ് ഫോൺ ചാർജിങ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ വാഹനങ്ങളുണ്ട്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ കാർ ദാറ്റ് ഇസ് സ്പോർട്ടി, കോമ്പാക്ട് ആൻഡ് കാലത്ര കൊടുക്കാത്ത നേരത്ത് വളരെ കാമായിട്ടിരിക്കുന്ന ഒരു ഡ്യുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വളരെ ശാന്തമായിട്ടുള്ളൊരു കാർ നോക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള വൺ ഓഫ് ദ പെർഫെക്റ്റ് ഓപ്ഷനാണ് BMW 330i എന്ന് പറയുന്നത്. ഈ വാഹനം റെഗുലർ വീൽ ബേസ് ആണ്. ഇത് കൂടാതെ ഇതിനൊരു 330 Li എന്ന് പറയുന്ന ലോങ് വീൽ ബേസ് വേർഷനും കൂടി ഉണ്ട്. എന്നാൽ നമുക്ക് സി ക്ലാസ്സിന് റെഗുലർ ആയിട്ടുള്ള ലോങ് വീൽ ബേസ് ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 3 സീരീസിൽ നമുക്ക് ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള യെറ്റ് സ്പോർട്ടി ആയിട്ടുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള ആൻഡ് BMW
ആണെങ്കിൽ നിങ്ങൾക്കുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ 330 എന്ന് പറയുന്നത്. ആൻഡ് ഈ കാർ ഇപ്പോൾ ഉള്ളത് നമ്മളെ കൊച്ചിയിലുള്ള ലെക്സ് മോട്ടോയിലാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ഡീൽസിനായിട്ട് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് അപ്പു ജോസഫ് വിത്ത് Get My Wheel Show powered by Film Infected Media.